പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി സൈന്യം. തീവ്രവാദികളുമായി ബന്ധമുള്ള 2 പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസി വെളിപ്പെടുത്തി. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്കെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തി. സിന്ധു നദിയിലൂടെ വെള്ളമൊഴുകിയില്ലെങ്കിൽ ഇന്ത്യയുടെ രക്തമൊഴുകുമെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ സ്ഥിരീകരണത്തിന് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിലടക്കം കനത്ത സൈനിക വിന്യാസമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഓഡിറ്റ് നടത്താൻ സൈന്യത്തിന് നിർദ്ദേശമുണ്ട്. ഭീകരവാദ ബന്ധം ആരോപിച്ച് 2 പേരെ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പിയാൻ, കുൽഗാം, പുൽവാമ തുടങ്ങി വിവിധയിടങ്ങളിൽ അക്രമികളുടെ വീട് സൈന്യം തകർത്തു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നത് പിന്നാലെയുള്ള ജനരോഷം തണുപ്പിക്കാനാണ് അക്രമികളുടെ വീട് തകർക്കൽ നടപടിയെന്ന ആരോപണവും ശക്തമാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യത്തിന്റെ പ്രകോപനം തുടരുന്നതോടെ സൈന്യം തിരിച്ചടിച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തി. സിന്ധു നദിയിലൂടെ വെള്ളമൊഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. भारत को कहना चाहूंगा कि सिंधु हमारा है और सिंधु हमारा रहेगा. इस दरिया से हमारा पानी बहेगा या उनका खून बहेगा. ऐसे नहीं हो सकता, ऐसे नहीं हो सकता कि एक दिन तू उठ जाए और ये फैसला करे. ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ചു. അതേസമയം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ രംഗത്തെത്തി. 26 പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്നും അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 വിദേശ രാജ്യങ്ങളുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.